ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ വഖഫ് ബോർഡാണല്ലോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും ചർച്ചയും നാട് മുഴുവനും കണ്ണീരിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയും വഖഫിൻ്റെ കൊള്ളയടിയെ സംബന്ധിച്ചിട്ടാണ്. ഇങ്ങനെ നിയമാനുസൃതമായി ഒരു പേപ്പർ സംഘടന സാധാരണക്കാരൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനും ഈ രാജ്യത്തെ മുഴുവനും പിടിച്ചെടുക്കുന്ന രൂപത്തിൽ നാളെ അറബിക്കടലും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു വരും. എന്തു പറയും? ഇന്ത്യൻ മഹാസമുദ്രം വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യാൻ അവർക്ക് പ്രത്യേകിച്ച് ഒരു പേപ്പറും വേണ്ട. വഖഫ് ട്രൈബ്യൂണലിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ രേഖകൾ. അങ്ങനെ വരുമ്പോൾ ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും വഖഫിൻ്റെതാണ് എന്ന ഒരു അവകാശവാദം ഇവർ ഉന്നയിക്കില്ല എന്ന് ആര് കണ്ടു? ഇത് മുന്നിൽ കണ്ട് തന്നെയാണ് ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്നവർ വിളിച്ചത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ എന്ന സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാഷ്ട്രം ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ വരും, അഥവാ ഒരു മാപ്പിളസ്ഥാനാക്കി ഈ രാജ്യത്തെ മാറ്റും. ഇവിടുത്തെ അപ്പോഴും ചോദ്യം ബാക്കിയാണ്. 2013 മൻമോഹൻ സിംഗ് വികസിപ്പിച്ചു കൊടുത്ത ഈ ഒരു ഭേദഗതി അതുപോലെ ദേവസ്വം ബോർഡിന് ഇവർ കൊടുക്കുമോ? ദേവസ്വം ബോർഡിന് ക്രിസ്ത്യാനികൾക്ക് പിന്നെ ബോർഡില്ലാത്തതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡിന് ഏത് കണ്ടാലും ശരി, താജ്മഹൽ കണ്ടു, ശരി ഇത് വഖഫിൻ്റെതാണ് എന്ന് അവകാശപ്പെടാം. അങ്ങനെ പറ്റുമോ എന്നതാണ് ചോദ്യം. സുപ്രീം കോടതി കണ്ടു, ഹൈക്കോടതി കണ്ടു, പാർലമെന്റ് മന്ദിരം കണ്ടു, ഇതെല്ലാം വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത് പോലെ ഏത് ഭൂമി കണ്ടാലും ദേവസ്വം ബോർഡിന് അവകാശപ്പെടാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. എന്റെ ചോദ്യമല്ല. പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഒരു ആയുധമാക്കുന്നു ഇതിനെ എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. എന്താണ് താങ്കളുടെ മറുപടി? ഞാൻ ഓരോന്നായിട്ട് ശ്രീ സലിം മടവൂരിന്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അവാസ്തവമായ കാര്യങ്ങൾക്ക് മറുപടി പറയാം. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഇതെല്ലാം സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ, സർക്കാർ തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒഴിവാകും, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കപ്പെടും, ഗവൺമെന്റ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ തുടക്കം ഞാൻ എന്റെ സംസാരത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിയമസഭയിൽ വളരെ ശക്തമായിട്ട് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ നേതാവ് KP മജീദാണ്. ഇന്നിപ്പോൾ ലീഗ് മാറ്റി പറയുന്നു. ലീഗ് മാറ്റി പറയുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അന്ന് പറയുന്ന നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് തീരുമാനമെടുത്തതെന്നാണ്. തെറ്റാണ്. നിസാർ കമ്മീഷന്റെ കൃത്യമായിട്ടുള്ള നിഗമനം ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണെന്ന് തന്നെയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓർഡർ അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. ഇത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ് എന്ന് കൃത്യമായിട്ട് നിസാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അതിന്റെ ഭാഗം 7-ാം ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എന്റെ കയ്യിലുണ്ട്, അത് വേണമെങ്കിൽ. ഇവിടെ വഖഫ് ആക്ട് പോലെ തന്നെ ഒരു ചർച്ച് ആക്ടും ഒരു ടെമ്പിൾ ആക്ടും വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ഹുങ്ക്. ഒരു തവണ വായിച്ചിട്ടുണ്ട്, വഖഫ് ബോർഡാണ് കോമ്പീറ്റന്റ് അതോറിറ്റി ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് വഖഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ അതിന്റെ ഭാഗമുണ്ട്. ഞാനത് വീണ്ടും ആവർത്തിച്ച് വായിക്കേണ്ടതില്ല, പല പ്രാവശ്യം ഈ ചാനൽ ചർച്ചയിൽ തന്നെ ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ്. നിസാർ കമ്മീഷൻ അതിന് റെക്കമെൻഡേഷൻ ചെയ്യാണ് ഇത് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഗവൺമെന്റിനോടും വഖഫ് ബോർഡിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അതല്ലാതെ വഖഫ് നിസാർ കമ്മീഷനെ ചാരിയിട്ട് സലിം മടവൂർ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇത് വളരെ കൃത്യമായിട്ട് വഖഫ് ബോർഡ് ഇത് ഇന്ന് സലിം മടവൂരിന്റെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിയിലെ നേതാവ് P. രാജീവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. റഷീദ് അലി തങ്ങൾ ചെയർമാൻ ആയിരിക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ ചെയർമാൻ റഷീദ് അലി തങ്ങൾ കൃത്യമായിട്ട് റഷീദ് അലി സാദിഖ് അദ്ദേഹം ഇത് വഖഫ് ഭൂമിയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. വഖഫിന്റെ ഉത്തരവുണ്ട്, മുൻപത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന്. എന്നിട്ട് പറയുന്നത് ഇവിടെ വന്ന് നമ്മളോടൊക്കെ പറയുന്നത് എല്ലാ സംഘടനകളും പറഞ്ഞിരിക്കുന്നത് വഖഫല്ല. അതല്ലേ അരിയും തിന്ന് ആശാരിച്ചിയം കടിച്ചിട്ട് പിന്നെയും പട്ടിക്കും മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ അവസ്ഥ. ഏതൊരു ഭൂമിയുടെ മേലും ഇവർക്ക് ക്ലെയിം ചെയ്യാം, ഒരു പേപ്പറും വേണ്ട. ഇതെന്റേതാണ്, ഇതെന്റെ വാപ്പ ഉപ്പാപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇവരനുഭവിച്ചു പോന്ന സമ്പത്താണ്, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയേണ്ടത് 70 വർഷം 80 വർഷം അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ബാധ്യതയാണ്. ഇതെവിടെയാണ് പറയേണ്ടത്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മുന്നിലല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ കോടതിയിലോ ഹൈക്കോടതിയിലോ അതല്ലെങ്കിൽ സിവിൽ ബെഞ്ചിന്റെ മുന്നിലോ സുപ്രീം കോടതിയിൽ പോലും ഇത് വാലിഡ് അല്ല. ഇത് വഖഫ് ട്രിബ്യൂണലിന്റെ മുമ്പിൽ തന്നെയാണ് ഇത് സാധൂകരിക്കേണ്ടുന്ന എല്ലാ തെളിവുകളും സമർപ്പിക്കേണ്ടത്. അതായത് കള്ളനോട്ട് അടിക്കുന്നവൻ തന്നെയാണ് ഈ കള്ളനോട്ട് കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും? ഈ വഖഫ് ഇവർ തന്നെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഇവരുടെ മുമ്പിൽ തന്നെ എത്ര രേഖകളുമായിട്ട് പോയാലും ശരി ഇത് വഖഫിൻ്റെതാണ് എന്ന രൂപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന തെളിവുകളല്ലേ അവരുണ്ടാക്കൂ.
എല്ലാം കോംപ്ലിമെന്റ് ആക്കുന്നതാണ്. എങ്ങനെ കോംപ്ലിമെന്റ് ആക്കും? നിങ്ങൾ ഈ പറയുന്ന കോംപ്ലിമെന്റ് ആക്കാൻ ഇവിടെ ഈ ഭൂമിയുടെ തന്നെ അവകാശവാദവുമായിട്ട് വഖഫ് ഏറ്റെടുക്കണം എന്നുള്ള പരാതി കൊടുത്തിരിക്കുന്നത് രണ്ടുപേരാ, വഖഫ് സംരക്ഷണ സമിതിയിൽപ്പെട്ട രണ്ടുപേരാണ്. നാളെ നിങ്ങൾ എങ്ങനെ ഒത്തുതീർപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിനോട് അനുകൂലിക്കുന്നില്ല, ഈ വഖഫിനോട്. അവർക്ക് വഖഫിൽ പ്രാതിനിധ്യവുമില്ല. പക്ഷെ അപ്പോൾ ഈ കൊള്ളക്കെതിരെ സംഘടിക്കുന്ന ആളുകളോടൊപ്പം പിന്തുണ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു ബാധ്യത ഇവർക്കില്ലേ? ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ്. അവർക്കെതിരെ ഒന്നും മിണ്ടാതിരിക്കുന്ന ആളുകൾ അവരെ അനുകൂലിക്കുന്നതോടൊപ്പമാണ്. ജോസഫ് മാഷിക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ജോസഫ് മാഷിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സംഘടനയോട്, ആ വ്യക്തികളോട് ഐക്യപ്പെടാത്തിടത്തോളം കാലം ഇവരും പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ അനുകൂലിക്കുന്നവരാണ്. വഖഫ് ബോർഡിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് പ്രതികൂലിക്കുന്നില്ല എന്നതാണ് ചോദ്യം. നിങ്ങളുടെ മൗനം വഖഫിന് വേട്ടയാടാൻ ഒരു അവസരമാണ്. ഈ ഭൂമി വഖഫിന്റേതാണ് എന്ന് ഇന്നത്തെ നിയമം വെച്ചുകൊണ്ട് അവർക്ക് ട്രിബ്യൂണലിൽ അവകാശവാദം ഉന്നയിക്കാം. കാരണം ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാവുന്നതെന്ന്. ഈ നിയമം അപ്പാടെ ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ സെക്ഷൻ 40 കുറിച്ച് പറയണ്ടായി. ഇതൊക്കെ പലതാവർത്തി പറഞ്ഞതുകൊണ്ട് വീണ്ടും എനിക്കത് പറയേണ്ടി വരികയാണ്. എന്താണ് സെക്ഷൻ 40? സെക്ഷൻ 40 പറയുന്നത് എന്താണ്? 38, 39, 40 ഡിസിഷൻ ഓഫ് പ്രോപ്പർട്ടി, ഡിസിഷൻ ഇഫ് എ പ്രോപ്പർട്ടി ഈസ് വഖഫ്. ഇതാണ് സെക്ഷൻ 40 വരുന്നത്. വഖഫിന്റെ ഭൂമിയാണോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള ഡിസിഷൻ എന്താണ്? ദ ഡിസിഷൻ ഓഫ് ദ ബോർഡ് ഓൺ ക്വസ്റ്റ്യൻ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൾ unless revoked or modified by the tribunal be final. ട്രിബ്യൂണലിന്റെ ആക്ട് ഫൈനലാണ്, ട്രിബ്യൂണലിന്റെ വിധി ഫൈനലാണ്. Where the board has any reason to believe, ബോർഡിന് ഈ ഭൂമി വഖഫാണ് എന്ന് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, the board has any reason to believe that any property of any trust or society registered in a pursuance of the Indian Trust Act 1882, അതാ വകുപ്പുകളൊക്കെ പറയാണ്. അപ്പോൾ അങ്ങനെ ബോർഡിന് ഈ ഭൂമി വഖഫാണ് എന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ പറ്റുള്ളൂ അദ്ദേഹത്തിന്. ഇവിടെ നമ്മൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഈ വഖഫ് ബോർഡില് ഒരൊറ്റ തിരുത്തു മതി എല്ലാ കാര്യങ്ങളും മാറി മറിയും. ഇത് അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തു കൊടുക്കുന്നതാണല്ലോ വഖഫ് ഭൂമി. മുസ്ലിങ്ങളുടേതു മാത്രമേ എടുക്കാൻ പറ്റൂ. കഴിഞ്ഞു കാര്യം. മുസ്ലിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി എടുത്തോട്ടെ, അത് പ്യൂർ ഹലാലല്ലേ. അത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾക്കും വിരോധമില്ല, പ്രയാസമില്ല. മുസ്ലിങ്ങളുടെ സമ്പത്ത് എടുത്തോട്ടെ വഖഫ് ബോർഡിന്. വല്ല പ്രശ്നവും ഈ രാജ്യത്തുണ്ടാകുമോ? എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നു മാത്രമല്ല, വഖഫിന്റെ കൊള്ളയടിയുടെ മൊന അവിടെ ഒടിയുകയും ചെയ്യും. അതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് കാഫിറുകളുടെ സമ്പത്ത് പടച്ചോന്റെ മേലെ നിങ്ങൾ വെച്ച് കെട്ടിക്കൊടുക്കുന്നത്? പടച്ചോൻ സമ്പന്നനാണ്. പടച്ചോന് നിങ്ങളുടെ ഒരു സമ്പത്തിന്റെയും ആവശ്യമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതോ നിങ്ങളുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കുന്നതോ ആയ ഒരു സമ്പത്തും പടച്ചവന്റെ പേരിൽ നിങ്ങൾ കൊള്ളയടിച്ച് വെച്ച് കെട്ടണ്ട.